ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. അസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള മെയ് 9 അഹയിലൂടെ സ്ട്രീമിംഗ് ആവുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ജയിലർ 2 ഭാഗമായിട്ട് ഹൃദയപൂർവ്വം സെറ്റിൽ വന്നിട്ട് മോഹൻലാലിനൊക്കെ കണ്ടിട്ടുണ്ട് പറഞ്ഞായിരുന്നു നെൽസൺ ലുക്കുമാർ. അപ്പോൾ ആൾ വന്നതിൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടക്കളം എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് റിലീസാവുന്നത്. അപ്പോൾ ഇന്നലെ ഒരു പോസ്റ്റർ വന്നിരുന്നു, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അടുത്തിൻ്റെ കേരളത്തിലെ തിയേറ്റർ ലിസ്റ്റും ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ തണൽ എന്ന് പറഞ്ഞ അടുത്തിൻ്റെ ഭാഗത്ത് നിന്ന് അതർവോട് ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ദ ബൂട്ട്നി എന്ന് പറഞ്ഞ 6.7.7 കൂടിയാണ് നേടിയിട്ടുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ആര്യ എന്ന് പറഞ്ഞിട്ടുള്ള ഇറങ്ങിയിട്ട് 21 വർഷമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ വന്നു 21 years ഓഫ് ആര്യ എന്നുള്ള രീതിയിൽ. എന്തായാലും എല്ലാവരും കുറച്ച് ഫോട്ടോസും പങ്കുവെച്ചിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ കിങ്ഡം എന്ന് പറഞ്ഞ ഇടത്തിലത്തെ ഹൃദയം ലോപ്പിൽ എന്ന് പറഞ്ഞിട്ടുള്ള 7 million+ വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ DNA എന്ന് പറഞ്ഞ ഇടത്തിൽ നിന്ന് അതറോട് ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. എന്തായാലും ഈ പടം ജൂണിൽ റിലീസ് ആവുന്നതും അറിയിച്ചിട്ടുണ്ട് ഇതിൽ. പിന്നെ ജഗടേക്ക വീരുലു അതിലോക സുന്ദരി എന്ന് പറഞ്ഞിട്ടുള്ള പടം മെയ് 9 റിലീസ് ആവുന്നത് ചിരഞ്ജീവിയുടെ പടമാണ്. എന്തായാലും USA ഇതിൻ്റെ ഒരു പ്രീമിയർ അടക്കുന്നുണ്ട് മെയ് 8. അപ്പോൾ അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ മാമൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഓഡിയോ ലോഞ്ച് നടന്നിരുന്നു. അപ്പോൾ അതിൽ ശ്വാസിക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഇട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ റൈഡ് 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം 3 ദിവസം കൊണ്ട് 88.75 കോടിയാണ് നേടിയിട്ടുള്ള അറിയിച്ചു. പിന്നെ കുബേര എന്ന് പറഞ്ഞിട്ടുള്ള പടം ഇനി റിലീസ് ആവാൻ 45 ദിവസമുള്ളൂ. അപ്പോൾ അതിൻ്റെ 45 days to go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നു. പിന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. മെയ് 9 പടം റിലീസ് ആവുന്നത്, എന്ന് വെച്ചാൽ നാളെയാണ് റിലീസ് ആകാൻ പോകുന്നത്. നല്ല പടമാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ മോഹൻലാലിൻ്റെ പടം ജിത്തുമാധവൻ ഡയറക്ഷൻ ചെയ്യുന്ന രീതിയിൽ കേട്ടിരുന്നു. ശ്രീഗോകുലം മൂവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലും കേട്ടിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ സ്റ്റോപ്പ് ആയിരിക്കുകയാണ്, എന്തോ പ്രശ്നങ്ങളൊക്കെ കാരണം. ചിലപ്പോൾ ഇനി ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു പടം ഉണ്ടായേക്കാം. പക്ഷെ ഇപ്പോൾ തൽക്കാലം പടം നിർത്തിച്ചിരിക്കുകയാണ്, ഡ്രോപ്പ് ആയ രീതിയിൽ തന്നെയാണ്. പിന്നെ മോഹൻലാലിൻ്റെ തുടരും എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇന്നലെ പുറത്തിറക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ പുറത്തിറക്കിയിട്ടുണ്ട്. എന്തായാലും 10 വെച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ സ്ക്രീനിൽ കാണിച്ചു പോകാം. പിന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പടം 12 ദിവസം കൊണ്ട് 76 കോടിയാണ് നേടിയിട്ടുള്ളത്. എന്തായാലും 13ാമത്തെ ദിവസം കഴിയുമ്പോൾ 80 കോടി നേടിയിട്ടുണ്ടാവും എന്നുള്ളതിനാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നെ പടം ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് ഏകദേശം 178 കോടിയുടെ അടുത്തേക്ക് കളക്ഷൻ ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ 2018 എന്നായിട്ടുള്ള പടത്തിൻ്റെ കളക്ഷൻ കടത്തി വിട്ടിട്ടുണ്ട്. ഇനി മുന്നിലുള്ള മഞ്ഞുമൽ ബോയ്സും എമ്പുരാനാണ്. അതിന് കടത്തി വിട്ടോ എന്നുള്ള എന്തായാലും കണ്ടു അറിയണം. എന്തായാലും ഓവർസീസിൽ 2025 ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ പടം എമ്പുരാനാണ് ഫസ്റ്റ്. രണ്ടാമത്തെ തുടരും എന്ന് പറഞ്ഞ പടമാണ്. മൂന്നാമത്തെ ചാവയാണ്. എന്തായാലും ഫസ്റ്റ് രണ്ടും മലയാള പടമാണ്, മോഹൻലാലിൻ്റെ പടമാണ്. എന്തായാലും ഗംഭീരമാവട്ടെ. പിന്നെ ഇവർ കഴിഞ്ഞ പ്രാവശ്യം എമ്പുരാനും ചെയ്ത മാതിരത്തെ ഒരു പരിപാടി ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. വേറെ നല്ല കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം പടം 100 കോടി നേടി എന്നുള്ള അറിയിച്ചുകൊണ്ടുള്ളൊരു പോസ്റ്റർ, ഒഫീഷ്യൽ പോസ്റ്ററാണ്. അത് അവർ നേരത്തെ ഇറക്കി വിട്ടിട്ടുണ്ട് 80 കോടിയാകുമ്പോൾ തന്നെ. എന്തായാലും മോശം പരിപാടിയാണ്, ആവുണ്ടായിരിക്കാം. പക്ഷെ ആ സമയത്ത് ഇറക്കാൻ പാടുള്ളൂ ശരിക്കും. എൻ്റെ ഒരു അഭിപ്രായം, നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ള അറിയത്തില്ല. എന്തായാലും പിന്നെ അഖിൽ സത്യം ഇപ്പോൾ നീമ്പോളിനെ വെച്ചിട്ടാണ് പടം എടുത്തിരുന്നത്. എന്തായാലും അതിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ഷെഡ്യൂൾ അടുത്ത മാസമായിട്ട് ജൂണിലൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പടത്തിന് ദ ഗോസ്റ്റ് സ്റ്റോറി എന്നുള്ള രീതിയിലാണ് പേരിട്ടിട്ടുള്ളത് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അത് ശരിയാവുന്നുള്ളതെന്ന് അറിയില്ല, എന്തായാലും നോക്കി വെക്കാം. എന്തായാലും നീമ്പോളുടെ വേറെ പടമാണ് ബേബികൾ എന്ന് പറഞ്ഞിട്ടുള്ള പടം. അരുൺ വർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഡയറക്ഷൻ ചെയ്യുന്നത്. എന്തായാലും ആ പടത്തിൻ്റെയും ഫസ്റ്റ് ഷെഡ്യൂൾ എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് വെച്ചിട്ടൊരു ഷെഡ്യൂൾ നടന്നിരുന്നു, അത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്തത് വൈക്കത്ത് വെച്ചിട്ടാണ് തുടങ്ങാൻ പോകുന്നത്. അതെപ്പോഴാണെന്നുള്ള അറിയത്തില്ല, എന്തായാലും കണ്ടറിയാം. പിന്നെ വിജയ് ദേവരകൊണ്ടത് 14ാമത്തെ പടം VD14. രാഹുൽ സംക്രത്യ എന്ന് പറഞ്ഞിട്ടുള്ള ആള് ഡയറക്ഷൻ ചെയ്യാൻ പോകുന്ന പടമാണ്. എന്തായാലും ടാക്സിവാല ശ്യാം സിംഗ് റോയ് എന്ന് പറഞ്ഞിട്ടുള്ള പടമൊക്കെ ഡയറക്ഷൻ ചെയ്ത ആളാണ്. ടാക്സിവാല നല്ല പടം തന്നെയായിരുന്നു, ശ്യാം സിംഗ് റോയും അത്യാവശ്യം നല്ല പടം തന്നെയായിരുന്നു. എന്തായാലും ഇവിടെ മൈത്രി മൂവി മേക്കേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പടത്തിൽ നായിക എത്താൻ പോകുന്നത് രശ്മികാന്താരി എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏകദേശം കൺഫേം ആയ രീതിയിൽ കേൾക്കുന്നുണ്ട്, എന്താണെന്നുള്ള അറിയത്തില്ല. പിന്നെ വല എന്ന് പറഞ്ഞിട്ടുള്ള മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് വരുന്ന സോംബി പടം, അവിടുത്തെ ഒരു ഇൻട്രോ എന്നുള്ള രീതിയിൽ ഒരു സംഭവം പുറത്തിറക്കിയിട്ടുണ്ട്. അരുൺ ചന്തുവാണ് പടം ഡയറക്ഷൻ ചെയ്യുന്നത്. എന്തായാലും ബേസിൽ ജോസഫ്, അജു വർഗീസ്, ജഗതി, ഗോകുൽ സുരേഷ്, അനാർക്കലി മരക്കാർ, വിനീത് ശ്രീനിവാസം വരെ ഉണ്ട്. എന്തായാലും ഒരു ഗ്ലിംസ് പോലത്തെ സംഭവമാണ് പുറത്തിറക്കിയിട്ടുള്ളത്. നല്ല സൈറ്റ് തന്നെയാണ് തോന്നിയത്, കാണാൻ തന്നെ എന്തായാലും കണ്ടുവെക്കുക. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലായിക്കൊണ്ട് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.